243 മണ്ഡലങ്ങൾ, അതിൽ 38 പട്ടികജാതി മണ്ഡലങ്ങളും 2 പട്ടികവർഗ മണ്ഡലങ്ങളും. തീവ്ര പരിഷ്കരണ വോട്ടർ പട്ടികയ്ക്ക് ശേഷം 7.43 കോടി വോട്ടർമാർ, 7.2 ലക്ഷം അംഗപരിമിതിയുള്ളവർ, മൂന്നാം ലിംഗക്കാരായ 1725 പേർ, 83 വയസ്സിന് മുകളിൽ പ്രായമുള്ള 4.03 ലക്ഷം മുതിർന്നവർ, 1.6 ലക്ഷം പോസ്റ്റൽ ബാലറ്റുകൾ, 90,712 പോളിംഗ് സ്റ്റേഷനുകൾ. നവംബർ 6-നും 11-നും വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ 14-ന്. ഇതാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. NDA സഖ്യം സീറ്റ് വിഭജനം വലിയ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വന്തമായി മത്സരിച്ച് വലിയ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനാകാതെ പോവുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തി തെളിയിക്കുകയും ചെയ്ത ചിരാഗ് പാസ്വാന്റെ LJPക്ക് ഇത്തവണ 29 സീറ്റ്. 2020-ൽ 115 സീറ്റിൽ മത്സരിച്ച JDUവിന് ജയിക്കാനായത് 43 സീറ്റ് മാത്രമായിരുന്നു. 110 സീറ്റിൽ മത്സരിച്ച BJP 74 സീറ്റോടെ NDAയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്തു. ഇത്തവണ BJPയും JDUവും 101 സീറ്റുകളിൽ വീതം മത്സരിക്കാൻ പോകുന്നു. കഴിഞ്ഞ തവണ 7 സീറ്റിൽ മത്സരിച്ച് 4 സീറ്റ് നേടിയ ജിതൻ റാം മാഞ്ചിക്കും ഉപേന്ദ്ര കുശ്വാഹയുടെ പുതിയ രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും 6 സീറ്റ് വീതം. മഹാഗഡ്ബന്ധനിൽ നേട്ടമുണ്ടാക്കിയത് 2020-ൽ ദീപാങ്കർ ഭട്ടാചാര്യയുടെ CPIM ലിബറേഷനാണ്. 19 സീറ്റിൽ മത്സരിച്ച് 12 സീറ്റ്, 4 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റ് നേടിയ CPIMഉം 6 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിൽ ജയിച്ച CPIയും ഇത്തവണയും ഇന്ത്യ സഖ്യത്തിനൊപ്പമുണ്ട്. ഇതിൽ 2 സീറ്റുകളിൽ നേരിയ മാർജിന് മാത്രമാണ് CPI JDUവിനോട് തോറ്റത്. 2020-ൽ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റ് മാത്രമാണ് നേടിയത്. ഇത്തവണ 10ഓളം സീറ്റുകൾ അവർക്ക് കുറയും. RJDയും ഉദാര സമീപനം കാണിക്കും. 11 സീറ്റിൽ മത്സരിച്ച് 4 സീറ്റ് നേടിയ മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി അന്ന് NDAയെ പിന്തുണച്ചെങ്കിൽ ഇത്തവണ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ കാര്യമായ മേൽക്കൈയുള്ള പാർട്ടി. നിഷാദ, നോനിയ, ബിന്ദ്, ബെൽദാർ സമുദായക്കാരാണ് പാർട്ടിയുടെ അടിത്തറ. രാഷ്ട്രീയ ലോക് ജനശക്തി എന്ന പശുപതി കുമാർ പാരസിന്റെ പാർട്ടി ഇത്തവണ ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. ചെറു പാർട്ടികളും സ്വന്തമായി മത്സരരംഗത്തുണ്ട്. അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയും ലാലു പ്രസാദ് യാദവിന്റെ മൂത്തപുത്രനും RJD വിമതനുമായ തേജ് പ്രതാപ് യാദവും രാഷ്ട്രീയക്കാരനായി മാറിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും ഗോദയിലുണ്ട്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യമുള്ള നിരവധി പേരുൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രശാന്ത് കിഷോർ പുറത്തിറക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജനയിലൂടെ 10,000 രൂപ 72 ലക്ഷം സ്ത്രീകൾക്ക് ലഭ്യമാക്കിയതാണ് BJP JDU സർക്കാരിൻ്റെ പുതിയ തുറുപ്പ് ചീട്ട്. ഇത് NDA സഖ്യത്തിന് ഇത്തവണ ഗുണമാകും. എന്നാൽ BJPക്ക് ബീഹാറിൽ തലയെടുപ്പുള്ള നേതാവില്ല എന്നതാണ് പ്രശ്നം. മോദി അമിത്ഷാ മുഖങ്ങളിലൂടെയാണ് BJP പ്രചരണം. ഉപമുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൗധരി ഉണ്ടെങ്കിലും സുശീൽ കുമാർ മോദിയുടെ തിളക്കം ചൗധരിക്കില്ല. ബീഹാർ BJPക്ക് സ്വന്തമായൊരു ദേവേന്ദ്ര ഫഡ്നവിസ് ഇല്ല. അതിനാൽ മുഖ്യമന്ത്രി പദമെന്നത് ചിരാഗിലോ നിതീഷിലോ ഒതുക്കേണ്ട അവസ്ഥയുണ്ട്. ഏതായാലും അന്തിമ ചിത്രം തെളിയുമ്പോൾ ബീഹാർ ഒരുമ്പെടുകയാണ് ചരിത്ര പോരാട്ടത്തിന്.